നാട്ട് പോയി ഞാൻ അവിടെ നിന്ന് പ്രൈസ് അടിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തിരിച്ച് വരാൻ വണ്ടിക്കൂലിയില്ല. അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. അത് സർക്കാർ അറിയണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു പ്രൈസ് വേണം, അവർ അത്രയും മാത്രം കഷ്ടപ്പെടുന്നതാണ് എന്നുള്ളത് സർക്കാർ കാണണം. ഇത് പാവപ്പെട്ട എന്നെപ്പോലെ പിന്നെ ഈ ജോലിക്ക് പോയിട്ട് തുച്ഛമായിട്ടുള്ള പിന്നെ ശമ്പളത്തിന് പോയിട്ട് ഇതുപോലെ വർക്കൗട്ട് ചെയ്ത് പിന്നെ വീട്ടിൽ പോലും പൈസ കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കുറേ നാൾ വീട്ടിലൊക്കെ പിന്നെ വളരെ ചുരുങ്ങിയാണ് ഞങ്ങൾ ജീവിച്ചത്. ഓൺലൈൻ വാർത്ത ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്ത് പുല്ലരി ഫർണിച്ചർ നിർമ്മിക്കുന്ന ഒരു ഷോപ്പിന് മുന്നിലാണ്. എന്തിനാ ഇവിടെ എന്നല്ലേ, വളരെ വ്യത്യസ്തമായ 2 പേരുണ്ട് ഇവിടെ. കാരണം എൻ്റെ പുറകിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ആശാരിമാർ, അവർ മിസ്റ്റർ കേരളയും മിസ്റ്റർ ട്രിവാൻഡ്രവുമാണ്. അങ്ങനെ 2 പേർ. നമുക്ക് വളരെ വ്യത്യസ്തമായ ഈ ആശാരിമാരുടെ കഥകളിലേക്ക് പോകാം, വന്നോളൂ. തടിയിൽ കുത്തുപണി ചെയ്തെടുക്കുന്നത് പോലെ തന്നെ സ്വന്തം ശരീരവും കടഞ്ഞെടുത്ത് മിസ്റ്റർ കേരളയും മിസ്റ്റർ ട്രിവാൻഡ്രവുമായ 2 സുഹൃത്തുക്കളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒന്ന് മുരുകേശനും സതീഷും. നമസ്കാരം. അപ്പോൾ എന്താണ്, എവിടെയായിരുന്നു മത്സരം? വയനാട് വെച്ചായിരുന്നു. വാട്ടർ കട്ടിങ് എല്ലാം ചെയ്ത് വരുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലെ തന്നെ അത്രയും കഷ്ടപ്പെട്ട് അത്രയും വർക്കൗട്ട് ചെയ്ത് വന്നതാണ്. പക്ഷേ നമുക്ക് പിന്നെ എനിക്ക് മിസ്റ്റർ കേരള ആവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ആശാരിപ്പണിയും കൊത്തുപണിയും എല്ലാം ചെയ്തുകൊണ്ട് നടന്നുള്ളൂ. ഞങ്ങൾക്ക് ഇല്ല വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വരുമാനമില്ല. എൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഈ മരപ്പണി കൊണ്ടാണ് വരുമാനം. ഞാനിപ്പോൾ വർക്കൗട്ട് തുടങ്ങിയിട്ട് ഏകദേശം 4-5 വർഷമായി. ഇപ്പം എൻ്റെ ആശാൻ എന്ന് പറയുന്ന വിഷ്ണു നേരത്തെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇങ്ങനെ ബോഡി പിന്നെ ചേട്ടൻ്റെ ബോഡി നല്ല ഫ്രെയിമാണ്, കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അപ്പോഴേ വലിയ താല്പര്യം ഇല്ലായിരുന്നു. ഇപ്പം ആശ ഇപ്പോൾ ഇവിടെ ഒരു ജിമ്മ് തുടങ്ങിയതിന് ശേഷം മുരുകേശൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെ വർക്കൗട്ട് ചെയ്യാം, നമുക്ക് കോമ്പറ്റീഷൻ ഇറങ്ങണം എന്ന് പറഞ്ഞ് എനിക്കൊരു പ്രചോദനം തന്ന് അതിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിനോട് താല്പര്യം കൂടി കിട്ടുന്നത്. വയനാട് എനിക്ക് സെക്കൻഡായിരുന്നു. അതിന് നാഷണൽ പ്രൈസ് സെലക്ഷനായിരുന്നു. ഇപ്പം 2-3 കോമ്പറ്റീഷൻ കഴിഞ്ഞ് അതിൽ ഇപ്പം മിസ്റ്റർ ട്രിവാൻഡ്രമാണ് ഞാൻ. ഇപ്പം മിസ്റ്റർ ട്രിവാൻഡ്രമാണ്. അപ്പം മുരുകേശൻ എന്താണ്, മിസ്റ്റർ ട്രിവാൻഡ്രോ ആണോ മിസ്റ്റർ കേരളയാണോ, എന്താണ് പറഞ്ഞോളൂ? അത് ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. വർക്കൗട്ട് തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ പല ജിമ്മുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ പലയിടത്ത് പോയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇറങ്ങണം, ഈ കോമ്പറ്റീഷൻ ലെവലിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല ആദ്യമൊന്നും. പിന്നീട് കുറച്ച് ഒരു 2020 മുതലാണ് ഒരു ആഗ്രഹം വന്നത്. പക്ഷേ അതിനൊരു സപ്പോർട്ട് ചെയ്യാനായിട്ടോ നമ്മളതിന് ഇറങ്ങാനായിട്ട് പ്രചോദനം തരാനായിട്ട് ആരും ഇല്ലായിരുന്നു. വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് കുറേ ഇഞ്ചറികളൊക്കെ പറ്റി ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫ്ലോപ്പായി പോയി. പിന്നെ വീണ്ടും കയറി വന്ന് അങ്ങനെ ഇവിടെ പുതിയ ജിമ്മ് തുടങ്ങുന്ന പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് വരുന്നത്, ശ്യാമ്. അങ്ങനെ ഇവിടെ വന്ന് തുടങ്ങിയപ്പോഴാണ് സതീഷെന്ന് പരിചയപ്പെടുന്നതും. പിന്നെ അങ്ങനെ ഈ കോമ്പറ്റീഷൻ ചിന്താഗതി വന്നത് അപ്പോഴാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കോമ്പറ്റീഷൻ സ്റ്റേജിലോട്ട് കയറാനുള്ളൊരു ഭാഗ്യം അതിലൂടെ കിട്ടി. പിന്നെ അതിനു മുമ്പ് മറ്റേ ISSK എന്നുള്ള സ്പോർട്സിൻ്റെ ഇതിൽ ഞങ്ങൾ പങ്കെടുത്തായിരുന്നു. അതിൽ പുള്ളി ടോപ്പ് 5 ആയിരുന്നു സതീഷൻ. ഇനിയിപ്പോൾ കഴിഞ്ഞു, നമ്മൾ കോമ്പറ്റീഷനെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാഷണൽ പുള്ളിക്ക് സെലക്ഷൻ ഉണ്ട്, പക്ഷേ ഇറങ്ങാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ. അപ്പോൾ എനിക്കിപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ കേരള കോമ്പറ്റീഷനിൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഇറങ്ങി. അതിൽ പുള്ളി സെക്കൻഡ് അടിച്ച് സിൽവർ മെഡലിസ്റ്റാണ്. അതേ സ്റ്റേജിൽ തന്നെ ഞാൻ മാസ്റ്റേഴ്സ് കാറ്റഗറിയാണ് ഞങ്ങൾ 2 പേരും. അതിൽ ഞാൻ ടോപ്പ് 10 വന്നു. ടോപ്പ് 10 ഫസ്റ്റ് വന്നു.
അങ്ങനെ ഒരു ഇതിൽ കിട്ടി. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ 27th മിസ്റ്റർ ട്രിവാൻഡ്രം ആറ്റിങ്ങിൽ വെച്ച് മിസ്റ്റർ ട്രിവാൻഡ്രം അതിൽ 4th പ്ലേസിൽ വന്നു ഞാൻ മാസ്റ്റർ കാറ്റഗറിയിൽ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയില്ല. ആഗ്രഹമുണ്ട്, ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയുള്ള സാമ്പത്തികമാണ് മെയിൻ ചലഞ്ച്. ഒരുപാട് വരുന്നുണ്ട്. അതെ, ഡയറ്റ് വളരെ ടഫാണ്. കാരണം നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒഴിവാക്കിയിട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്. എവിടെ പോയാലും നമ്മൾ അറിയപ്പെടുന്നുണ്ട്. നേരത്തെ അങ്ങനെ അല്ലല്ലോ. നമ്മളിപ്പം എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും മിസ്റ്റർ കേരള അല്ലേ, മിസ്റ്റർ ട്രിവാൻഡ്രം അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനകത്ത് സന്തോഷം. വീട്ടുകാരൊക്കെ സപ്പോർട്ടുണ്ടോ? വീട്ടുകാർ വളരെ സപ്പോർട്ടാണ്. മക്കളും എനിക്ക് 2 മോളാണ്. ഒരാൾ ലക്ഷ്മി, ഒരാൾ ഐശ്വര്യ. മൂത്തവളിപ്പം ഡിഗ്രി കഴിഞ്ഞ്, അവൾ പിന്നെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ITI കഴിഞ്ഞ് ഇപ്പം PSC എഴുതുന്നുണ്ട്. ഇളയവള് സ്പോർട്സാണ്, അവള് നീന്തൽ താരമാണ്. ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇനി വരുന്ന കുറച്ച് തലമുറകളുണ്ടാവും ഇതുമായിട്ട് ബോഡി ബിൽഡേഴ്സും ഒക്കെ ആയിട്ട്. തീർച്ചയായിട്ടും അവരുടെ അടുത്ത് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശമായിട്ട് കൊടുക്കാനുണ്ടോ? ഉണ്ട്. നമ്മളിപ്പം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പം ജിമ്മിൽ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് പിന്നെ ബൾക്കാവും, പെട്ടെന്ന് ബോഡി അങ്ങ് കയറി വരും, ഒരാഴ്ച കളിക്കുമ്പോഴത്തേക്കും മസിൽ വരും പിന്നെ എന്നാണ് പലവരുടെയും ചിന്താഗതി. കാരണം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. പല ആൾക്കാർക്കും ജിമ്മിനെ കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ. അവർ നമ്മളിപ്പോൾ ഞാൻ തന്നെ ജിമ്മിൽ പോയി ഇപ്പോൾ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് വേറെ ജോലിയില്ലേ, നീ ഇപ്പോൾ ആശാരിപ്പണി ചെയ്യുകയല്ലേ, നിനക്ക് പിന്നെ പിള്ളേരെ വളർത്തി മര്യാദയ്ക്ക് ഇരുന്നോടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ മോശപ്പെട്ട് നടക്കുന്ന സമയത്തിന് ഇവരാരും നമ്മളോട് ചോദിച്ചിട്ടില്ല, പിന്നെ നീ ഇങ്ങനെ പോകരുത് അങ്ങനെ പോകരുത്. പക്ഷേ നമ്മളൊരു നല്ലൊരു ലെവലിലോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ പ്രതികരിക്കാനും പിന്നെ നീ എന്തിനാ അങ്ങനെ പോകുന്നത്, നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ അവരത് കാണുന്നില്ല. പിന്നെ നല്ലൊരു പൈസ മുടക്കണം, എന്നും വർക്കൗട്ട് ചെയ്യണം, കഠിനമായിട്ടുള്ള പിന്നെ അധ്വാനമാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന പ്രൈസും ഈ കിട്ടിയിരിക്കുന്ന അംഗീകാരങ്ങളും. പിന്നെ അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് നമുക്കൊരു പ്രൈസ് കിട്ടി, അതൊരു കോമ്പറ്റീഷൻ ഇറങ്ങി നമുക്കൊരു വിന്നറായി കഴിഞ്ഞാൽ നമുക്കൊരു സഹായമില്ല. ഇതിപ്പം എൻ്റെ കാര്യമല്ല പറയുന്നത്. ഇപ്പം ലക്ഷക്കണക്കിന് പൊതുവിലുള്ള ലക്ഷക്കണക്കിന് ജിമ്മിൽ പിന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട്. മത്സരാർത്ഥികൾ പിന്നെ നല്ല രീതിയിൽ കഠിന പ്രയത്നം ചെയ്തിട്ട് ഇപ്പോൾ 1-2 പേരായിരിക്കും അതിൽ 1st, 2nd, 3rd കിട്ടുന്നത്, ബാക്കിയൊന്നും കിട്ടുന്നില്ല. അവർക്കൊക്കെ എന്തുമാത്രം പ്രയാസങ്ങളുണ്ടാവും. പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കുറേ നാൾ വീട്ടിലൊക്കെ പിന്നെ വളരെ ചുരുങ്ങിയാണ് ഞങ്ങൾ ജീവിച്ചത്. അത്രയും ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ ഒരു ലെവലിൽ വരെ ഇതുവരെ എത്തിയത്. ഈ സർക്കാർ അത് കാണണം. ബോഡി ബിൽഡിങ്സിലൊക്കെ വരുന്നവരെല്ലാം നിറയെ ക്യാഷ് ഉള്ളവരും അത്രയേറെ ആഡംബര ജീവിതം നയിക്കുന്നവരും ആണ് എന്നുള്ളതൊക്കെ ആയിരിക്കും പൊതുവിലുള്ളൊരു കാഴ്ചപ്പാട്. അങ്ങനെയല്ല, സ്വന്തം അധ്വാനത്തിൽ നിന്നും പ്രയത്നം കൊണ്ട് ജീവിച്ച് വരുന്ന അതേ കഷ്ടപ്പാടിൽ നിന്നും ഈ ബോഡി ബിൽഡിങ്ങിൽ മത്സരിക്കുകയും വിൻ ചെയ്തവരും നമ്മുടെ കൂടെയുണ്ട്. മറ്റുള്ള സ്പോർട്സിന് ഇതുപോലുള്ള അലവൻസ് ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ബോഡി ബിൽഡിങ്ങിലേക്കും ഇങ്ങനെയൊരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന ചേട്ടന്മാർ പറഞ്ഞതുപോലെ തന്നെ ഇത് ഗവൺമെൻറ് കാണണം. കാര്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം എന്നുള്ളതാണ് ഇവരിലൂടെ പറയാനുള്ളത്. ക്യാമറമാൻ നന്ദകുമാറിനൊപ്പം ഫൈസൽ അസീസ്, വെമ്പായം.